അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ലിസാനുൽ ഖുർആൻ 7ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ചാപ്റ്ററുകളിൽ നിന്നുള്ള താരീഫുകളടക്കമുള്ള പ്രധാന ചോദ്യങ്ങളെ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. നല്ലൊരു മാർക്ക് ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. ചോദ്യങ്ങൾ അൽ മഅറൂഫു മാഹുവ ഒന്നാമത്തെ പാഠത്തിലെ ചോദ്യങ്ങളാണ്. എന്താണ് മഅറൂഫ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഫിഅലുകൾ 2 വിധമുണ്ട്. അതിലൊന്ന് മഅറൂഫായ ഫിഅല്, മറ്റൊന്ന് മജ്ഹൂലായ ഫിഅല്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മഅറൂഫായ ഫിഅല്? ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫാഇലുഹു യുസമ്മ മഅറൂഫൻ. ഫിഅലിനോട് കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ അതിന് മഅറൂഫായ ഫിഅല് എന്ന് പറയും. അതായത് ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്ത ആളെയാണ് നമ്മൾ ഫാഇല് എന്ന് പറയാം. ഫിഅലിനോട് കൂടെ ഫാഇല്, ആ പ്രവൃത്തി ചെയ്ത ആളും കൂടെ പറയുകയാണെങ്കിൽ അത് മഅറൂഫായ ഫിഅല് എന്ന് പറയും. ഇനി അടുത്ത ചോദ്യം എന്താ? മജ്ഹൂലായ ഫിഅൽ എന്താണ്? അൽ മജ്ഹൂലു മാഹുവ. ഉത്തരോ ഇദാ ലം യുദ്കർ മഅൽ ഫിഅലി ഫാഇലുഹു യുസമ്മ മജ്ഹൂലൻ. ഫിഅലിനോട് കൂടെ ഫാഇലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജ്ഹൂലായ ഫിഅല് എന്ന് പറയും. ഫിഅലിനോട് കൂടെ ഫാഇല്, ആരാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അതിനാണ് മജ്ഹൂലായ ഫിഅല് എന്ന് പറയുന്നത്. അടുത്തത് കൈഫ യുജ്അലുൽ ഫിഅലുൽ മാലിൽ മഅറൂഫ മജ്ഹൂലൻ. എങ്ങനെയാണ് മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുന്നത്? മാലിയിൽ എങ്ങനെയാണ് മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കുന്നത്? ഒരു ഉദാഹരണം നമുക്ക് ചെക്ക് ചെയ്യല്ലേ. ഉദാഹരണ സഹിതം പെട്ടെന്ന് പറയാം. ഇപ്പോൾ ജലസ, ഇതൊരു മാലിയായ ഫിഅലാണ്. ജലസ എന്നുള്ളത് ഒരു മാലിയായ ഫിഅലാണ്. ഈ ഫിഅലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക? അതിന് ചെയ്യേണ്ട പണി ഇതാ. എല്ലാ ഫിഅലിൻ്റെയും ബേസ് വരുന്നത് ഫഅലയിൽ നിന്നാണ്. അപ്പോൾ ചെയ്യേണ്ട പണി ഇതാണ്. ഫാ ഫിഅലിന് ലൊമ്മ കൊടുക്കുക. ഏതാ ഫാ ഫീല്? അതായത് ഇതിൽ ഫാഇൻ്റെ നേരെ വരുന്നതാണ് ഫാ ഫീല്, ഇതിന് ഐനിൻ്റെ നേരെ വരുന്നതാണ് ഐൻ ഫീല്, ഇതിന് ലാമിൻ്റെ നേരെ വരുന്നതാണ് ലാം ഫീല്. അപ്പോൾ ഫാ ഫീലിന് ലൊമ്മ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ജാന്ന് മാറിയിട്ട് ജു ആവും. അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റും കൊടുക്കുക. അപ്പോൾ ലാമ് മാറിയിട്ട് എന്തായിരിക്കും? അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റ് കൊടുത്താൽ ജുലിസ. എന്ത്? ജുലിസ. വേറെ ഉദാഹരണം നോക്കാം. കതബ, എഴുതി. എല്ലാവർക്കും അറിയുന്ന ഉദാഹരണമാണ് കതബ. ഫാഫിൽ ഏതാ? ഫായിൻ്റെ സ്ഥാനത്ത് വരുന്നത് കാഫ് അല്ലേ? കാഫിന് ലൊമ്മ എടുക്കുക. കാഫിന് ലൊമ്മ്. അപ്പോൾ കു. അവസാനത്തിന് മുമ്പുള്ളതിനോ കെസ്റും കൊടുക്കുക. അപ്പോൾ കുത്തിബ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് മഅറൂഫായ ഫിഅലിനെ മജ്ഹൂലാക്കി മാറ്റാറ്. ഇനി അടുത്തത് അതിൻ്റെ ഉത്തരയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ലുമ്മ ഫാഇൽ ഫിഅലി, ഫാ ഫിഅലിന് ലൊമ്മ കൊടുക്കുക. വക്സിർ മാ ഖബലിൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റും കൊടുക്കുക. അടുത്ത ചോദ്യം കൈഫ യുജ്അലുൽ ഫിഅലുൽ മുളാരിഉ മഅറൂഫി മജ്ഹൂലൻ. ഇനി ചോദ്യം ഇതാണ്. അതായത് മുളാരി മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്ന്. മുളാരി മഅറൂഫ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. കതബിൻ്റെ മുളാരി എന്താ? യക്ക് തുബു. കതബ യക്ക് തുബു. എങ്ങനെയാണ് അതിന് മജ്ഹൂലാക്കൽ? മുളാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക. ഏതാ മുളാറത്തിൻ്റെ അക്ഷരം? മുളാറത്തിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് അലിഫ്, യാ, താ, നൂനൊക്കെയാണ്. അപ്പോൾ ഇതാണ് മുളാറത്തിൻ്റെ അക്ഷരം. ഇതിന് ലൊമ്മ കൊടുക്കുക. അപ്പോൾ ഇതിന് ലൊമ്മ കൊടുക്കുമ്പോൾ യു.
അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹ് കൊടുക്കുക. അവസാനത്തിന് മുമ്പുള്ള ഏതാണ്? ഈ ത അല്ലേ? അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹും കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്തായിരിക്കും? യുക്തബു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് മുലാരി മഅറൂഫിനെ മജ്ഹൂലാക്കുക. എന്താ ചെയ്യേണ്ടത്? മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക. അപ്പം ഇനി യജിലിസു എന്നാണെങ്കിലോ യജിലിസു. അപ്പം അത് യാ എന്നുള്ളത് മാറിയിട്ട് യു ആവും. ജ് മാറ്റം ഉണ്ടാവില്ല. അവസാനത്തെ ലി എന്നുള്ളത് മാറിയിട്ട് ല എന്നാവും. യുജിലസു. അതായത് മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹും കൊടുക്കുക. അടുത്ത ചോദ്യം. അതിൻ്റെ ചോദ്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈഫ യുജാലിൽ ഫീലിൽ മുലാരി മഅറൂഫുൻ മജ്ഹൂലൻ ഉലുമും ഹർഫൽ മുലാറാത്തി വഫ്തഹ് മാ ഖബലിൽ ആഖിരി. ഉലുമും ഹർഫൽ മുലാറാത്തി, മുലാറാത്തിൻ്റെ ഹർഫിന് ലൊമ്മ കൊടുക്കുക, വഫ്തഹ് മാ ഖബലിൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ള ഒന്നിന് ഫത്തഹും കൊടുക്കുക. ഇനി അടുത്ത് നായിബ് ഫായിൽ എന്താണ്? നായിബ് ഫായിൽ പറഞ്ഞാൽ ഫായിലിൻ്റെ പകരം വന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു മജ്ഹൂലായ ഫീലിൽ ആരുണ്ടാവില്ല? ഫായിൽ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു ഫീലിൽ 3 എണ്ണം ഉണ്ടാവുക: ഫിഅല്, ഫായില്, മഫ്ഊല്. അപ്പോൾ ഫായിൽ ഇല്ലെങ്കിൽ ഫായിലിൻ്റെ സ്ഥാനത്ത് ആര് വരും? മഫ്ഊല് വരും. മനസ്സിലായല്ലോ? ഫിഅല്, ഫായില്, മഫ്ഊല്. അപ്പോൾ ഫിഅല് കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ഫായിലാണ്. പക്ഷെ ഫായിൽ ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ആര് വരും? മഫ്ഊല് വരും. അതിനാണ് നായിബ് ഫായിൽ എന്ന് പറയാം. നായിബ് ഫായിലിന് ഏറാബ് എന്തായിരിക്കും? റഫ് ആയിരിക്കും കേട്ടോ. ഇനി അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 6-ാമത്തെ പേജ് എടുക്കുക. 6-ാമത്തെ പേജിൽ കണ്ടോ, ആ കള്ളിയിൽ, മുകളിലത്തെ കള്ളിയിൽ മഫ്ഊല്, ഫായില്, ഫിഅല്, ഖതല ഫിഅല്, അസദു ഫായില്, അതേപോലെ അർണബ എന്നുള്ളത് മഫ്ഊല്. ഇവിടെ അതിൻ്റെ തൊട്ടുപുറത്ത് കണ്ടോ ഫായിലുകളൊക്കെ കളഞ്ഞു. പകരം ആരെ കൊടുത്തു? നായിബിൻ അൻ ഫായിലി. അതാണ് നായിബ് ഫായില്. അവിടെ അർണബ എന്ന് മാറ്റിയിട്ട് അർണബു എന്നാക്കി. അക്റബ എന്ന് മാറ്റിയിട്ട് അക്റബു എന്നാക്കി. ഫക്കീറ എന്ന് മാറ്റിയിട്ട് ഫക്കീറു എന്നാക്കി. അതായത് നായിബ് ഫായിലിന് റഫ് ആയിരിക്കും എന്നർത്ഥം. ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ, ഫിഅല് മജ്ഹൂലായാൽ, അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് മജ്ഹൂലാണെന്നുള്ളത് ഖതല കുത്തിലത്ത് എന്നായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അർണബ് മുസന്ന ആയതുകൊണ്ടാണ് കേട്ടോ. അല്ല സോറി, മുഅന്നസ് ആയതുകൊണ്ടാണ് കേട്ടോ. അവിടെ കുത്തിലത്ത് താ കൊടുത്തത് ലറബ ലുരിബ. പിന്നെ അടുത്തത് ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ, ഫിഅല് മജ്ഹൂലായാൽ യുഖാമു മഫ്ഊലും ബിഹി മർഫൂഅൻ, മഫ്ഊലും ബിഹി റഫ് ആയിട്ട് നിൽക്കും. മഖാമുൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത്. വയുഖാലു ലഹു നായിബ് ഫായിലിൻ, അതിനിക്കാണ് എന്ത് പറയാ? നായിബ് ഫായില് എന്ന് പറയാൻ. അടുത്ത ചോദ്യം 3-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള 2-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അൽ മഫ്ഊലു ഫീഹി മാഹുവ. മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമയത്ത് സൂചിപ്പിക്കും. ഇതാണ് മഫ്ഊൽ ഫീഹി. ഒന്ന് നോക്കല്ലേ നമുക്ക് അതിലെന്താ കൊടുത്തിട്ടുള്ളതെന്ന്. ഇസ്മുൻ, ഒരു നാമമാണ്. യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി, ഒരു പ്രവൃത്തി സംഭവിച്ച കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന. ഔ മക്കാനിഹി, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മിനിക്കാണ് മഫ്ഊലു ഫീഹി എന്ന് പറയാം. ഒരു പ്രവൃത്തി സംഭവിച്ച കാലത്തിൻ്റെ മേലിലോ സ്ഥലത്തിൻ്റെ മേലിലോ അറിയിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്ക് നിങ്ങൾ. എർജിഉൽ ഔലാദു മിനൽ മദ്രസത്തി മസാഅൻ, ഒറ്റ ഉദാഹരണം മാത്രമേ എടുക്കുന്നുള്ളൂ. 8-ാമത്തെ പേജിൽ വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു. അവിടെ ഉണ്ടോ വൈകുന്നേരം, അതൊരു സമയമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മഫ്ഊൽ ഫീഹിയാണ്. അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവും. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പിൽ, പിന്നിൽ, സൈഡിൽ, മുകളിൽ, താഴെ, ഇതൊക്കെ സ്ഥലങ്ങളാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, ആ പാഠത്തിന് തന്നെ നോക്ക്. മഷൈത്തു, ഞാൻ നടന്നു, ഖൽഫ അഖീ, എൻ്റെ സഹോദരൻ്റെ പിന്നിൽ. അവിടെ ഉണ്ടോ ഒരു സ്ഥലമാണ്. അതായത് സ്ഥലത്തിൻ്റെ മേലിലോ സമയത്തിൻ്റെ മേലിലോ
അല്ലെങ്കിൽ കാലം എന്ന് നമുക്ക് പറയാം. അറിയിക്കുന്ന ഒരു ഇസ്മിനാണ്, ഒരു പ്രവൃത്തി നടന്ന സ്ഥലം അല്ലെങ്കിൽ സമയം, ഇതിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് മഫ്ഉൽ ഫീഹി എന്ന് പറയാ. മഫ്ഉൽ ഫീഹിക്ക് എന്തും കൂടെ പറയപ്പെടും? യുസമ്മ ലർഫൻ, അതിന് ലർഫ് എന്നും കൂടെ പറയപ്പെടും. അപ്പം ഇനി അടുത്ത ചോദ്യം, കം അൻവാ ഇൽ ലർഫി, ലർഫിൻ്റെ ഇനങ്ങൾ എത്ര? ഒരുപാട് പരീക്ഷ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. ലർഫിൻ്റെ ഇനങ്ങൾ എത്ര ഉണ്ട്? ലർഫിന് 2 ഇനങ്ങളുണ്ട്. ഒന്ന് ലർഫ് സമാന്, മറ്റൊന്ന് ലർഫ് മക്കാന്. സമാന് എന്ന് പറഞ്ഞ കാലം, മക്കാന് എന്ന് പറഞ്ഞ സ്ഥലം. ഇനി അടുത്ത ചോദ്യം, അൽ മഫ്ഊലു ലഹു മാഹുവ, എന്തിനിക്കാണ് മഫ്ഉൽ ലഹു എന്ന് പറയാന്ന്? മഫ്ഉൽ ലഹു എന്ന് പറയുന്നത് ഹുവ, അത് മസ്ദറുൻ, മസ്ദറായിരിക്കും. മസ്ദർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു സംഗതി ആയിരിക്കും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫിഅലിൻ്റെ 3ാമത്തെ രൂപമായിരിക്കും മസ്ദറായിട്ട് വരിക. ഉദാഹരണത്തിന് സർഫാക്കുന്ന സമയത്ത് കതബ യക്തുബു കിതാബതൻ, ശകറ യഷ്കുറു ശുക്കൂറൻ, ശുക്റൻ, ഖാഫ യഖാഫു ഖൗഫൻ. ഇങ്ങനെ ഈ 3ാമത്തെ രൂപം ഉണ്ടല്ലോ, ഇതാണ് മസ്ദർ, അതായത് ഉത്ഭവം. അതായത് ഇപ്പോൾ ഖൗഫൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടൽ എന്നാണ്, ശുക്റൻ ശുക്ർ ചെയ്യൽ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരിക. കിതാബത്ത് എഴുതൽ, ഇതാണ് മസ്ദർ. അപ്പോൾ ഒരു മസ്ദറിൻ്റെ രൂപമായിരിക്കും. മസ്ദറിൻ്റെ രൂപം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ 9ാമത്തെ പേജിലൊക്കെ ആണെങ്കിൽ ഇജ്ലാലൻ, റഗ്ബത്തൻ, ഖൗഫൻ, തഹിയ്യത്തൻ, ശുക്റൻ, ഇതാണ് മസ്ദറിൻ്റെ രൂപം ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം മസ്ദറാണ്. യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി ലദി ഖബ്ലഹാ, അതിന് മുമ്പുള്ള പ്രവൃത്തി, ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തി സംഭവിച്ചതിൻ്റെ കാരണത്തെ വിശദീകരിക്കുന്നു. എന്താണ് മഫ്ഉൽ ലഹു എന്ന് പറയുന്നത്? മസ്ദറാണ്, ഒരു പ്രവൃത്തി നടന്നതിൻ്റെ കാരണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ലറബൽ വാലിദു, പിതാവ് അടിച്ചു, വലദഹു, കുട്ടിനെ അടിച്ചു, തഅദീബൻ, അദബ് പഠിപ്പിക്കാൻ വേണ്ടി. വേണ്ട, കുട്ടിനെ അടിച്ചതിൻ്റെ ഒരു കാരണമാണ് അദബ് പഠിപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിലോ ജാഅൽ ഉസ്താദു, ഉസ്താദ് വന്നു, ഫഖുംന, അപ്പം ഞങ്ങൾ എഴുന്നേറ്റു, എന്തിന്? ഇജ്ലാലല്ലഹു, ഉസ്താദിനോടുള്ളൊരു ബഹുമാനം കാരണമായിട്ട്. വേണ്ടോ, ഇവിടെയൊക്കെ ചില കാരണങ്ങളാണ്, ആ പ്രവൃത്തി ചെയ്തതിൻ്റെ കാരണത്തെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ യുസായിദുൽ ഗനിയു, പണക്കാരൻ സഹായിക്കുന്നു, അൽ മഹ്റൂമ, ഉപജീവനം നഷ്ടപ്പെട്ടവനെ, എന്തിന്? ഹുബ്ബലില്ലാഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണമായിട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഒരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി ചെയ്യാനുള്ള കാരണത്തെ വിശദീകരിക്കുന്നു. അതിനിക്കാണ് മഫ്ഊലൻ ലഹു എന്ന് പറയുന്നത്. അതാ പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്, സജദിന, ഞങ്ങൾ സുജൂദ് ചെയ്തു, ശുക്രലില്ല, അള്ളാഹുവിന് ശുക്രായിട്ട്. ഇവിടെ ഉണ്ടോ സുജൂദ് ചെയ്യാനുള്ള കാരണമാണ് അവിടെ. അടുത്തത് ഇനി 4ാമത്തെ പാഠത്തിലുള്ളതാണ് അൽ മഫ്ഊൽ മുത്ലഖു മാഹുവ, എന്താണ് മഫ്ഊൽ മുത്ലഖ് എന്ന്? മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഹുവ, അത് മസ്ദറുൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്ദറായിരിക്കും. നിങ്ങൾ നോക്ക്, അതിലും അങ്ങനെ തന്നെ കാര്യം. സൈറൻ, സാറ യസീറു സൈറൻ, വുളുഅൻ, ലർബത്തൻ, കണ്ടോ, ഇതെല്ലാം മസ്ദറാണ്. അപ്പോൾ അത് മസ്ദറാണ്. പിന്നെ ദുക്കിറ ബഅദ ഫിഅലിഹി ലിബയാനി നൗഇൽ ഫിഅലി, ഫിഅല് പറഞ്ഞതിന് ശേഷം ആ ഫിഅലിൻ്റെ രൂപത്തെ വിശദീകരിക്കുന്നു. അല്ലെങ്കിലോ ഔ ലി തഅക്കീദിൽ ഫിഅലി, ആ പ്രവർത്തനത്തിൻ്റെ, ആ ഫിഅലിൻ്റെ ശക്തിയെ വിശദീകരിക്കുന്നു. ഔ ലി ബയാനി അദദിഹി, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ എണ്ണത്തെ വിശദീകരിക്കുന്നു.
ഒന്നുകിൽ ഫിഅലിൻ്റെ രൂപം, ഉദാഹരണത്തിന് ഞാൻ അവനെ നോക്കി, എങ്ങനെ? ദേഷ്യത്തിൻ്റെ നോട്ടം. ദേഷ്യത്തിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ നോട്ടം പല തരത്തിലുണ്ട് അല്ലേ? സ്നേഹത്തിൻ്റെ നോട്ടമുണ്ട്, സന്തോഷത്തിൻ്റെ നോട്ടമുണ്ട്, സങ്കടത്തോടു കൂടിയുള്ള നോട്ടമുണ്ട്. എന്നാൽ ദേഷ്യത്തിൻ്റെ നോട്ടം അതൊരു ഇനാണ്. അപ്പം ഞാൻ അവനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി, ഒരു രൂപമാണ്. കുട്ടികളോടൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്നതാണ്, നിങ്ങൾ നായയുടെ ഇരുത്തം ഇരിക്കരുത്. കുറേ തരത്തിൽ ഇരുത്തുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കലുണ്ട്. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇഫ്തിറാഷിൻ്റെ ഇരുത്തുണ്ട്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തുണ്ട്. നായൻ്റെ ഇരുത്തം വേറെ രൂപത്തിലുള്ള ഇരുത്താണ്. അത് നിങ്ങൾ ഇരിക്കരുത് എന്ന്. അപ്പോൾ അതായത് ഒരു രൂപത്തെ, ഒരു പ്രവൃത്തി പറഞ്ഞതിന് ശേഷം അതിൻ്റെ രൂപത്തെ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ശക്തിയെ വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ അവനെ കൊടുത്തു, എന്നിട്ട് പറയണം ഞാൻ അവനെ നല്ലോണം കൊടുത്തു. ഈ നല്ലോണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ അവനെ ഒരു അടി അങ്ങോട്ട് അടിച്ചു, അല്ലെങ്കിൽ ഞാനൊരു ഓട്ടങ്ങോട്ട് ഓടി. ഈ ഓട്ടങ്ങോട്ട് ഓടി എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. അതിൽ കണ്ടില്ലേ നിങ്ങൾ, കൊതുകിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ. അതായത് ലറബുതുഹു ലർബൻ, ഞാൻ അതിനൊരു അടി അങ്ങോട്ട് അടിച്ചു എന്ന് കണ്ടോ. അടി അങ്ങോട്ട് അടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ശക്തി, ഇനി അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ എണ്ണം. ഞാൻ 2 സുജൂദ് ചെയ്തു, അങ്ങനെയൊക്കെ പറയില്ലേ. ഇതിനൊക്കെ വിശദീകരിക്കുന്നതിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുന്നത്. അടുത്തത് അൽ ഹുറൂഫുൽ അത്ഫി കം ഹിയ വമാഹിയ. അത്ഫിൻ്റെ അക്ഷരങ്ങൾ എത്ര, ഏതെല്ലാം? അത്ഫിൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് അറിയാം, 10 എണ്ണം ഉണ്ട് അല്ലേ? ഹുറൂഫുൽ അത്ഫി അശ്റത്തുൻ, ആ പാട്ടിലുണ്ട്. ഔവബൽ ഹത്ത വഫ വാവും വലാകിൻ സുമ്മ അം ഇമ്മ വല. 10 അക്ഷരങ്ങളുണ്ട് അത്ഫിന്. അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണതൊക്കെ. വാവ്, ഔ, ബൽ, ഹത്ത, ഫ. ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യത്തിനോട് ചേർത്തിയിട്ട് മറ്റൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു, അത്ഫ് ചെയ്യുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന 10 അക്ഷരങ്ങളാണ്. ആ 10 അക്ഷരങ്ങളും പഠിച്ചു വെക്കുക. ഇനി ഏറാബുൽ മഅ്തൂഫി മാഹുവ. മഅ്തൂഫിൻ്റെ ഏറാബ് എന്താണെന്ന്. അപ്പോൾ അതിനെന്ത് വേണം? ആദ്യം മഅ്തൂഫ് എന്താണെന്ന് അറിയണം, പിന്നീട് മഅ്തൂഫുൻ അലൈഹി എന്താണെന്ന് അറിയണം. അത് നിങ്ങൾ 13ാമത്തെ പേജിൽ നോക്കുകയാണെ. വയുസമ്മ ഹാദിഹിൽ ഉറൂഫ് ആത്തിഫൻ. ഈ ഹർഫുകൾക്ക് ആത്തിഫ് എന്ന് പറയും. വമാ ഖബ്ലഹ മഅ്തൂഫുൻ അലൈഹി. അതിൻ്റെ മുമ്പുള്ളതിന് മഅ്തൂഫുൻ അലൈഹി എന്നുള്ളതും, വമാ ബഅദഹ മഅ്തൂഫുൻ, അതിന് ശേഷമുള്ളതിന് മഅ്തൂഫ് എന്നും പറയുന്നു. ഇനി ഓരോ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ 13ാമത്തെ പേജിലെ ഏറ്റവും അടിയിൽ നോക്കുകയാണെങ്കിൽ 1ാമത്തെ ഉദാഹരണം, ഇഷ്തറൈത്തുൽ കലമ. പേനയെ ഞാൻ വാങ്ങി. വൽ കിർത്താസ, കടലാസും. അതായത് പേന വാങ്ങി, വൽ കിർത്താസ്. ഇതിൽ ആത്തിഫ് ഏതാ? വാവല്ലേ. ഇവ തമ്മിൽ ബന്ധിപ്പിച്ചത് ഏതാ? വാവാണ്. അപ്പോൾ വാവിന് മുമ്പുള്ളത് മഅ്തൂഫുൻ അലൈഹി, ശേഷമുള്ളതോ മഅ്തൂഫ്. എന്നിട്ട് എന്താ ഇപ്പോൾ പറഞ്ഞത്? മഅ്തൂഫുൻ അലൈഹിയെ ഇറാബിൽ പിന്തുടരുന്നു. കലമ, മീമിനെന്താ? ഫതഹ്. കിർത്താസ, സീനിനെന്താ? ഫതഹ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു. ഇവിടെ ഏതാണ് ആത്തിഫ്? ഹത്ത എന്നാണ്. ആത്തിഫിൻ്റെ മുമ്പുള്ളത് ഹുജ്ജാജു, അതിനാണ് മഅ്തൂഫുൻ അലൈഹി അറിയാം. ആ ജീമിനെന്ത്? ലൊമ്മ്. മുഷാത്തു, ആ തായിനെന്ത്? ലൊമ്മ്. മനസ്സിലായല്ലോ. അതായത് മഅ്തൂഫുൻ അലൈഹിയെ ആര് പിന്തുടരും? മഅ്തൂഫ് പിന്തുടരും. മനസ്സിലായല്ലോ. ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു. ഇവിടെ ഏതാ ആത്തിഫ്? ബൽ എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പുള്ളത് ഉമ്മു മഅ്തൂഫുൻ അലൈഹി. ജദ്ദത്തു എന്നുള്ളതോ മഅ്തൂഫ്. ഉമ്മു എന്നുള്ളതിലെ മീമിന് ലൊമ്മാണ്, ജദ്ദത്തു എന്നുള്ള തായിന് ലൊമ്മാണ്. അതായത് മഅ്തൂഫുൻ അലൈഹിയെ മഅ്തൂഫ് പിന്തുടരും. അതാണ് ആ പറഞ്ഞത് കേട്ടോ. അതായത് അടുത്ത് നോക്കുകയാണെങ്കിൽ ഏറാബുൽ മഅ്തൂഫു മാഹുവ.
മഅ്തൂഫിൻ്റെ ഇറാബ് എന്താണ്? അൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫിൻ അലൈഹി ഫിൽ ഇറാബി. ഇറാബിൽ മഅ്തൂഫിൻ അലൈഹിയെ പിന്തുടരും. മഅ്തൂഫിൻ അലൈഹി അറിയുന്നത് ആത്തിഫിൻ്റെ നേരെ മുമ്പുള്ളത്, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണോ അതന്നെ ആയിരിക്കും മഅ്തൂഫിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഉണ്ടാവുക. ഇനി മൽ മുലാഫു വൽ മുലാഫുൻ ഇലൈഹി. എന്താണ് മുലാഫും മുലാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ? മുലാഫ് ഇത് സംഭവം മനസ്സിലാക്കാൻ സിമ്പിളാണ്. അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തി പറയൽ തന്നെയാണ് മുലാഫും മുലാഫുൻ ഇലൈഹി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ പതാക. ഇവിടെ ഉണ്ടോ, പതാകനെ ആരിലേക്ക് ചേർത്തി? ഇന്ത്യയിലേക്ക് ചേർത്തി. ഉപ്പാൻ്റെ കുപ്പായം, ഉപ്പാൻ്റെ കുപ്പായം ഷർട്ട്. അപ്പോൾ ഷർട്ടിനെ ആരിലേക്ക് ചേർത്തി? ഉപ്പയിലേക്ക് ചേർത്തി. ഇതിൽ ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം ലിവാ ഉൽ ഹിന്ദ്, ഹിന്ദി, ഇന്ത്യയുടെ പതാക. അവിടെ ലിവാഇനാണ് മുലാഫ് എന്ന് പറയാം, ഹിന്ദി എന്നുള്ളതിനാണ് മുലാഫിൻ ഇലൈഹി എന്ന് പറയാം. ഉപ്പയുടെ ഷർട്ട്, അപ്പം നമ്മൾ എന്താ പറയുക? ലിബാസ്, ഷർട്ടിലെ ആരുടെ? ലിബാസുൽ അബി, ഉപ്പാൻ്റെ ഷർട്ട്. അപ്പം ലിബാസ് എന്നുള്ളത് മുലാഫും അബി എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയും. നോക്കാം നമുക്ക്. കെലിമത്താനി, അത് രണ്ടും കെലിമത്തുകളാണ്. മുലാഫും മുലാഫുലൈഹിയും രണ്ട് കെലിമത്താണ്. ഉലീഫത്തിൽ ഊല, ഒന്നാമത്തതിനെ ചേർക്കപ്പെടും. മിനുഹുമ, അതിൽ നിന്ന് ഇലസാനിയത്തി, രണ്ടാമത്തിലേക്ക്. ഫതുസമ്മൽ കെലിമത്തുൽ ഊല, അതിലെ ഒന്നാമത്തെ കെലിമത്തിന് പറയപ്പെടും മുലാഫൻ, മുലാഫ് എന്ന് പറയപ്പെടും. വസാനിയത്തു മുലാഫിൻ ഇലൈഹി, രണ്ടാമത്തേന് മുലാഫിൻ ഇലൈഹി എന്നും പറയും. ഇവിടെ നോക്ക് 16ാമത്തെ പേജിൽ കലാമുല്ലാഹി, അള്ളാഹുവിൻ്റെ സംസാരം. ഇവിടെ കണ്ടോ കലാമ്, ആ സംസാരത്തെ ആരിലേക്കാണ് ചേർത്തത്? അള്ളാഹുവിലേക്കാണ് ചേർത്തത്. അപ്പോൾ കലാമ് മുലാഫ്, അള്ളാഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. അതേപോലെ തന്നെ വേറെ ഏതും ദസ്തൂറുൽ ഹുക്കൂമത്തി, ഗവൺമെൻറ്റിൻ്റെ നിയമാവലി കണ്ടോ, ആ നിയമാവലി ആരോട് ചേർത്തു? ഗവൺമെൻറ്റിനോട് ചേർത്തു. ഇതെല്ലാം മുലാഫ് മുലാഫിൻ ഇലൈഹിക്കുള്ള ചില ഉദാഹരണങ്ങളാണ്. പിന്നെ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ജറായിരിക്കും കേട്ടോ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് മാതാ യഹദഫു മിനൽ മുലാഫി, മുലാഫിൽ എന്തൊക്കെ കളയപ്പെടുന്നുള്ളതാണ്. മുലാഫിൽ 3 കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് തെൻവീൻ ഉണ്ടാവില്ല. നിങ്ങൾ മുലാഫിൻ ഇലൈഹി എന്നുള്ള പാഠത്തിൽ ഏതെങ്കിലും ഒരു മുലാഫിൽ തെൻവീന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മുലാഫിൽ തെൻവീൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒന്നോ, മുലാഫിൽ കളയപ്പെടുന്നത് തസ്നിയാൻ്റെ നൂന്, അതേപോലെ തന്നെ ജംഇൻ്റെ നൂന്. തസ്നിയാൻ്റെ നൂന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യജ്ലിസു, യജ്ലിസാനി അല്ലേ, രണ്ടാളാവുമ്പോൾ അങ്ങനെ പറയില്ലേ നമ്മൾ, ആനി എന്നൊക്കെ കൂട്ടിയിട്ട് പറയില്ലേ, തജ്ലിസാനി, യക്കുത്തുബാനി, യു അല്ലിമാനി, അങ്ങനെയൊക്കെ പറയുമല്ലോ. ആ നൂന് ഉണ്ടാവില്ല. അതായത് അതാണ് മുസന്നാൻ്റെ നൂന്. മറ്റൊന്ന് ജംഇൻ്റെ നൂനും. ജംഇൻ്റെ നൂന് കാരണം കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ കുറേ മുസ്ലിങ്ങൾ എന്നിപ്പോൾ എങ്ങനെ നമ്മൾ പറയാം? മുസ്ലിമൂന, കുറേ മുസ്ലിങ്ങൾ അല്ലേ, അവർ കുറേ മുസ്ലിങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ യുസല്ലിമൂന, അവർ കുറേ ആളുകൾ സലാം പറയുന്നു. ഇവിടെ ജംഇൻ്റെ നൂനുണ്ടാവും, ആ നൂനിനെയും കളയപ്പെടുന്നു. അതാണ് പറയുന്നത് യുഹദഫു തൻവീനു വ നൂനു തസ്നിയത്തി വൽ ജംഇ മിമ്മാ തുലാഫു. തൻവീനെ കളയപ്പെടും, നൂനു തസ്നിയാനെ കളയപ്പെടും, ജംഇനെയും അതിൽ നിന്ന് കളയപ്പെടും. ഇനി അടുത്തത് മൽ ജംഉൽ മുദക്കർ സാലിം. അവിടെ മുതൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ.